എപ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കണം, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവെ, ഇതുവരെ കരുതിയതിന് നന്ദിയെന്ന്, ഇതുവരെ കരുതിയതിന് നന്ദിയെന്ന് പറയണം എപ്പോഴും. അപ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിക്കും. നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പുകഴ്ച എപ്പോഴും നമ്മൾ അർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മളാരും ഇന്ന് പ്രത്യേകം നമ്മളായിട്ട് വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മൾ ഓരോരുത്തരും ആ ഓർമ്മ, ആ ബോധോദയം എപ്പോഴും നമ്മളിൽ മേൽ ഉണ്ടായിരിക്കണമെന്നാണ് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ അത് ഓർക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞൊരു സാരാംശം എന്ന് പറഞ്ഞാൽ, ഇന്ന് കണ്ടവർ നാളെ കാണുന്നില്ല, ഇന്നലെ കണ്ടവർ ഇന്ന് കാണുന്നില്ല. ഇന്നലെ നമ്മോട് കൂടെ നടന്നവർ, ഇന്നലെ നമ്മളെ സ്നേഹിച്ചവർ, ആമേൻ, നമ്മളോട് കൂടെ ഒരുമിച്ച് പാർത്തവർ ഇന്ന് ഉണ്ടോ ഇല്ലേ എന്നറിയത്തില്ല. എങ്കിലും നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപയാണ് നമ്മളെ ഓരോരുത്തരെ ശേഷിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, ദൈവസേനയിൽ കൃപയാൽ അടുത്തു വന്നവരെ ഓർത്ത് ആമേൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേകാൽ കടന്നു വന്ന മുഴുവൻ പേരെയും, ഓരോ കുടുംബത്തെയും ആമേൻ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കടന്നു വന്നവരെ മുഴുവൻ പേരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുന്നു. അതോടുകൂടി എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളോട് അറിയിക്കുകയാണ്. നമ്മൾ പരസ്പരം എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് പിന്നെയുള്ള അപേക്ഷ. നമ്മളെ കർത്താവ് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിപ്പിനെന്നാകുന്നു, പിന്നെ കർത്താവ് ഓർപ്പിക്കുന്നതാകുന്നു ദൈവേഷ്ടം. ആ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ആത്മാക്കളെയൊക്കെ ഓർത്ത് രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ, വൈദ്യന്മാരാൽ വൈദ്യ ഔഷധങ്ങളാൽ ഛേദപ്പെടാതെ ദൈവത്താൽ തന്നെ വിടുതൽ സംഭവിക്കുവാൻ വേണ്ടി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല, അടുത്ത വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ എന്നാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ ദൈവം എന്ന കർത്താവ്, പിതാവാകുന്ന ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി പിതാവ് ആകുന്ന ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലെ അയപ്പാനിടയെത്തി. ആ കർത്താവാകുന്നു പറഞ്ഞത്, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ, ഈ ആരാധനയുടെ നടുവിൽ കടന്നു വന്ന മുഴുവൻ പേരെയും ഞാൻ ഓർത്ത് പിന്നെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തിൽ തുടർന്ന് വചനധ്യാനത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ആത്മീക ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭൗമിക ഭക്ഷണം കഴിച്ചാൽ പിന്നെയും നമുക്ക് വിശക്കും. ഭൗമികമാകുന്നത് കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന വചനങ്ങൾ നമ്മൾ ഭക്ഷിച്ചാൽ നമ്മൾ പിന്നെ ഒരു നാളും നമ്മൾ ദാഹിക്കയില്ല, നമുക്ക് വിശക്കയില്ല. ഹല്ലേലൂയ. നമ്മൾ ഇത് ഭക്ഷിച്ചാൽ, ദൈവം തരുന്നത് ഭക്ഷിച്ചാൽ നമുക്ക് വിശക്കയുമില്ല, ദാഹിക്കയുമില്ല. അത് ശാശ്വതമായുള്ളതാകുന്നു. ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്നത് നമുക്ക് ഈ ലോകപ്രകാരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് അല്പനേരത്തേക്ക് നമുക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ നമ്മുടെ ശാരീരികമായുള്ള നിലനിൽപ്പിന് വേണ്ടുന്ന നന്മകളെ കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്, നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനുള്ള ആയുസ്, ആരോഗ്യമൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടതൊക്കെ പകരും. നമ്മൾ വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ വേണ്ടിയാകുന്നു ദൈവം എന്ന കർത്താവ് ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ ഞാൻ സഭയിൽ കൈമാറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് ക്ഷണികമായ മനുഷ്യൻ. ഹല്ലേലൂയ. ക്ഷണികമായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താകുന്നു ക്ഷണികത? ഹല്ലേലൂയ. ക്ഷണികമായ മനുഷ്യനെ കുറിച്ച് സ്തോത്രം. ആമേൻ. ഞാൻ ഇത് ആത്മാക്കളെ ജീവിപ്പിക്കുന്ന ജീവന്റെ വചനങ്ങളെയാണ് കൈമാറുന്നത്. ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആയുസ് ദീർഘമായി തീരും. ആമേൻ. കുറഞ്ഞു പോകാതെ ലോകത്തിലുള്ളത് നമ്മുടെ ആയുസിനെ കുറയ്ക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകപ്രകാരം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ക്ഷണികമായ അവസ്ഥയുണ്ട്. ക്ഷണികമായത് എന്തെന്ന് നമ്മൾ നോക്കിയാൽ, ഹല്ലേലൂയ, ഈ ലോകപ്രകാരമുള്ള ജീവിതം ക്ഷണികമാണ്. ഹല്ലേലൂയ. അത് ക്ഷണനേരത്തേക്കുള്ളതാകുന്നു. ക്ഷണികം എന്ന് പറയുമ്പോൾ എന്താകുന്നു?
ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഓ, ഭൂമിയിൽ ഉള്ളതെല്ലാം ക്ഷണികമാണ്. അല്പനേരത്തേക്കുള്ളത്, കുറച്ച് നേരത്തെ. ക്ഷണികമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കുള്ളത്, അല്പനേരത്തേക്കുള്ളത്, അധിക നേരം നിൽക്കത്തില്ല. മാഞ്ഞു പോകുന്നത് നിലനിൽക്കത്തില്ല, മായയായുള്ളത് നിലനിൽക്കത്തില്ല, എപ്പോഴും മാറിപ്പോകാവുന്നത്. ഈ ലോകം നിലനിൽക്കുന്നതല്ല. ഈ ലോകം, കാഴ്ചയാലുള്ള ലോകം നിലനിൽക്കുന്നതല്ല. എന്നാൽ വിശ്വാസത്താലുള്ള ലോകം നിലനിൽക്കും. അതാകുന്നു, വിശ്വാസത്താലുള്ളതാകുന്നു ദൈവത്തിലുള്ളത്. നമ്മൾ ദൈവത്താലുള്ളതാണ് നമ്മൾ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവത്താലുള്ളതാകുന്നു, നിലനിൽക്കുന്നതാണ് നമ്മൾ അനുഗമിക്കുന്നത്. എന്നാൽ നിലനിൽക്കാത്തതിനെ നമ്മൾ അനുഗമിക്കുന്നില്ല. നിലനിൽക്കാത്ത ആരെയും നമ്മൾ അനുഗമിക്കുന്നില്ല. ആമേൻ, ആമേൻ. ദൈവവചനം പറയുന്നു, ആമേൻ, മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാകുന്നു. ആമേൻ. ദൈവത്തിനാൽ, ആമേൻ, നമ്മുടെ, ആമേൻ, ഹല്ലേലൂയ, ഉൽപ്പത്തി മുതൽ നോക്കിയാൽ എത്രയോ തലമുറകൾ നമ്മെ വിട്ട് കടന്നുപോയി, ഇല്ലേ? നമ്മളിത് ഈ കാലത്തിൻ്റെ നടുവിൽ കുറച്ച് നേരത്തേക്ക് നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ഒരു ടൈം കഴിയുമ്പോൾ, ആമേ, പിന്നെ നമ്മുടെ തലമുറകൾ ജീവിക്കുവാനിടയിൽ തീരും. അത് അവരുടെ ഒരു ടൈം കഴിയുമ്പോൾ, ചില കാലങ്ങൾ കഴിയുമ്പോൾ പിന്നെ അവരുടെ തലമുറകൾ ജീവിക്കുവാനിടയിൽ തീരും. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിൽ സദാകാലം നിൽക്കുന്നില്ല. ആമേൻ. അത് ക്ഷണികമാണ്. അതേപോലെ ഭൂമിയിലുള്ള സകലതും ക്ഷണികമാണ്. ഒന്നും ശാശ്വതമായി നിൽക്കുന്നില്ല. വൃക്ഷങ്ങളായാലും 100-200 വർഷമൊക്കെ കഴിയുമ്പോൾ അത് പിന്നെ പട്ടുപോകുവാനിടയിൽ തരും. ഒരുപാട് കാലമൊന്നും നിലനിൽക്കത്തില്ല. ജീവജാലങ്ങളായിരുന്നാലും, പർവ്വജാതികളായിരുന്നാലും, മൃഗാദികളായി നിലനിൽക്കത്തില്ല. മനുഷ്യന് നിലനിൽക്കത്തില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിലനിൽക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നത് നിമിത്തമാകുന്നു. ആമേൻ. നിലനിൽപ്പില്ലാതെ പോയത്, മനുഷ്യൻ്റെയും ഭൂതലത്തിൽ പാർക്കുന്നതിൻ്റെയും നിലനിൽപ്പ് നഷ്ടമായി പോകുവാനിടയായി തീർന്നത്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നമ്മളെല്ലാം എല്ലാവരും ശാശ്വതമായി വാഴുകുവാൻ വേണ്ടിയാകുന്നു നമ്മളെ മുഴുവനെയും സൃഷ്ടിച്ചത്. ആമേൻ. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതിയും പർവ്വജാതിയും സസ്യലതാദിയും, ആമേൻ, സൂര്യനും ചന്ദ്രനും എല്ലാം ശാശ്വതമായി നിൽക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിപ്പാനിടയായി തീർന്നു. എന്നാൽ മനുഷ്യൻ തന്നെ ആരാധിക്കുവാൻ പ്രത്യേക, ആമേൻ, ദൈവത്തെ പോലെ മെനഞ്ഞ മനുഷ്യൻ, ആമേൻ, ദൈവസന്നിധി വിട്ട് അകന്നു പോയത് നിമിത്തം ദൈവം, ആമേൻ, ഭൂമിയെ ശപിച്ചു. ഭൂമിയിലുള്ളതിനെ എല്ലാത്തിനെയും ശപിച്ചു. ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. ആമേൻ. ഈ ശാപഗ്രസ്തമായ ഭൂമിയിലാകുന്നു ക്ഷണികമായ അവസ്ഥ കടന്നു വരുവാനായി തീർന്നത്. അധികം കാലമുള്ള ജീവിതം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതമൊക്കെ നോക്കിയാൽ, മാനവ ജീവിതമൊക്കെ നോക്കിയാൽ ക്ഷണികമാണ്. നമ്മൾ ഒരുപാടൊന്നും നിലനിൽക്കത്തില്ല. എങ്കിലും ദൈവത്താൽ നമ്മൾ ജയം പ്രാപിച്ച് നിലനിൽക്കും. ഈ ലോകത്തിൽ നമുക്ക് നഷ്ടമുണ്ടെങ്കിലും ദൈവമക്കൾക്കൊരു സവിശേഷതയുണ്ട്. ആമേൻ. നമ്മളൊക്കെ ശാശ്വതമായി നിൽക്കുന്നവരാണ്. നമ്മൾ ദൈവത്തെ, ലോകത്തിൽ ക്ഷണികമെങ്കിലും നമ്മൾ ഓരോരുത്തരും ശാശ്വതമായി നമ്മൾ ദൈവത്തെ അനുഗമിക്കും, ദൈവത്തോടു കൂടെ വാഴും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്, കർത്താവ് ശാശ്വതമായുള്ള ദൈവമാണ്. അവൻ തലമുറയായി നമ്മുടെ ദൈവമാണ്. അവനെക്കുറിച്ച് പുരാതന സ്വർഗം മുതലേ അവൻ നമ്മുടെ ദൈവമാണ്. ഭക്തന്മാർ അങ്ങനെയൊക്കെ പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാർ തലമുറയായി, സങ്കീർത്തനങ്ങൾ പറയുന്നത്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ ദൈവം, ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഞങ്ങളുടെ ദൈവം, ഉൽപ്പത്തിക്കും അപ്പുറം ഞങ്ങളുടെ ദൈവം. ആമേൻ. ഈ ഭൂതലത്തിന്റെ അവസാനത്തിനും അപ്പുറവും ഞങ്ങളുടെ ദൈവം, സ്വർഗത്തിലും ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് ആരാണ്? കർത്താവ് ശാശ്വത ദൈവമാണ്, അല്ലേ? അവൻ നിത്യദൈവമാണ്, എന്നും എന്നേക്കുമുള്ള ദൈവമാണ്. അവനാണ് നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. നമ്മൾ
ഓരോരുത്തരും ആമേൻ നശിച്ചു പോകാതെ, ആമേൻ ക്ഷണികമായി പോകാതെ, നമ്മുടെ ആയുസ്സും ആരോഗ്യവും കുറഞ്ഞു പോകാതെ, നമ്മൾ ആയുസ്സോടെ ആരോഗ്യത്തോടുകൂടെ വിടുതലുകൾ പ്രാപിച്ച് ദീർഘകാലം ദൈവത്തിലോടുകൂടെ വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കുന്നത് ശത്രുവാകുന്നു. ലോകത്തിന്റെ പ്രഭുവാകുന്നവൻ മാനവരാശിയുടെ മേല് പാപങ്ങൾ കൊണ്ടിട്ട് ശാപഗ്രസ്തനായി തീർന്നിട്ട് അവന്റെ ആയുസ് കുറയുകയാണ്. രോഗിയായി ഭാരപ്പെട്ട് അവൻ പെട്ടെന്ന് നമ്മൾ പരമേ ലോകം നശിച്ചു പോകുവാനിടയിൽ തീർന്നാൽ, എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു നാള് മരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ വായിച്ച സങ്കീർത്തനം നമ്മൾ വായിച്ച 39 സങ്കീർത്തനത്തിൻ്റെ ആമേൻ 1 മുതലുള്ള വചനമാകുന്ന വാക്യപ്രതിവാക്യങ്ങളായി വായിപ്പാനിടയിൽ തീർന്ന് ആ വചനത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 4 മുതൽ 4, 5, 6 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ 39 സങ്കീർത്തനത്തിൻ്റെ 4, 5, 6 വചനങ്ങൾ വായിക്കും. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, ഭക്തൻ പറയുകയാണ്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതായിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒന്നാമത് പറയുന്നത്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഭക്തൻ പറയുകയാണ്, മനുഷ്യൻ പറയുകയാണ്, ആമേൻ, 4 വിരൽ നീളം. 4 വിരൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിരലിൻ്റെ നീളം എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. 4 വിരൽ, നിങ്ങളുടെ വിരലിൻ്റെ നീളമില്ല എത്ര പേർക്കറിയാം? ആമേൻ. ഓടിപ്പോയാൽ ആമേൻ ഒരടി എത്ര വരും? ഒരടിക്കകത്ത് 4 വിരൽ നീളം എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ 4 അടി ഒന്നും വരില്ല, 2 അടി. ആമേൻ. അത് വേറൊരു അർത്ഥത്തില് ആമേൻ. എങ്കിലും ആമേൻ ഈ വിരലുകളെ ഒന്ന് അളന്ന് നോക്കിയാൽ ആമേൻ നമ്മൾ ആമേൻ 4, 12, 4, 2, 8, 12 ഒരടി നീളം. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ, ഒരടി നീളം. അതേപോലെ ഉള്ളൂ മനുഷ്യന്റെ ആയുഷ്കാലം, മനുഷ്യന്റെ ആയുസ്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആമേൻ ദീർഘകാലം യുഗായുഗമായി വസിക്കുക എന്നുള്ളതാകുന്നു. ആമേൻ. അതിൻ്റെ നടുവിലാകുന്നു മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള മനുഷ്യൻ യുഗായുഗം വസിക്കേണ്ടവർ. എന്നാൽ ഇതാ ഈ കാലത്തെ നോക്കിയാൽ ആമേൻ ഭക്തൻ പറയുന്നു, ഇതാ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കി. നമ്മൾ 4 വിരൽ വെച്ച് എണ്ണിയാൽ അത്ര ചുരുക്കമായുള്ളത്, ക്ഷണനേരത്തേക്കുള്ളത്, മാഞ്ഞു പോകുന്നവ, കൊഴിഞ്ഞു പോകുന്നവ. ഒരു പൂവ് വിരിഞ്ഞ് പ്രഭാതത്തിൽ വിരിയുന്നു, സന്ധ്യയെങ്കിൽ അത് വാടിപ്പോകുന്നു. ആമേൻ. വയലിലെ പുല്ലിനെ നോക്കിയാൽ നമ്മൾ നോക്കിക്കൊണ്ട് ഇന്നലെ ചിലപ്പം പൊടിച്ച് കാണില്ല. ആമേൻ. നാളെ ചെല്ലുമ്പോഴത് വളർന്നിരിക്കും, പുല്ല് ആമേൻ പടർന്നിരിക്കും. മറ്റന്നാളെ വളർന്ന് അങ്ങോട്ട് പടരും. കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകും, വയലിലെ പുല്ല് വാടിപ്പോകും. അതുപോലെ ഉള്ളത്. പിന്നെ ഭക്തൻ പറയുന്നത് നിഴൽ പോലെയുള്ളത്. ആമേൻ. മനുഷ്യന് നിഴലിന് എത്ര ബലമുണ്ട്, നിഴലിന് എത്ര നേരം നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും. പിന്നെ ദൈവം പറയുന്ന ആവി പോലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരമൊക്കെ ആകുന്നു മനുഷ്യൻ്റെ ആമേൻ ആയുഷ്കാലം. അങ്ങനെ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗവും പദ്ധതി എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ നമ്മളുടെ മനുഷ്യരെ മാനവരാശി ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നത് ആമേൻ ദൈവത്തോടു കൂടെ യുഗായുഗമായി ആമേൻ ഹല്ലേലൂയ. അവിടെ ഉൽപ്പത്തിയുമില്ല, ആമേൻ വെളിപ്പാടുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരംഭവുമില്ല, അവസാനവുമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടി ഇങ്ങനെ ആമേൻ യുഗായുഗമായി ദൈവത്തോടു കൂടെ വസിക്കുക. അവിടെ മരണമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും
എന്നും എന്നേക്കും ജീവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ഭൂതലത്തിൽ കൊണ്ടുവരേണ്ടത് തീർന്നത്. എന്നാൽ മനുഷ്യൻ്റെ പാപം, ഞാൻ ഓർപ്പിച്ച പ്രകാരം, പാപനിമിത്തം മനുഷ്യൻ്റെ ആയുഷ്കാലമൊക്കെയും കുറയുവാനിടയിൽ തീർന്നു. എന്നാൽ ആമേൻ, നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആദിമ മനുഷ്യൻ്റെ ആയുഷ്കാലമൊക്കെ എത്രയായിരുന്നു? നമ്മൾ മുമ്പഴൊക്കെ പലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുള്ളതായിരുന്നു. ആദിമ മനുഷ്യൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത്, ആമേൻ, ദൈവോരിക്ക് ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ യുഗായുഗം വാഴുക മനുഷ്യൻ. ഏദൻ തോട്ടത്തിൽ യുഗം വാഴുക. എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ ആയുഷ്കാലം, ആമേൻ, ആദാമിൻ്റെ ആയുഷ്കാലം, ആദാമിൻ്റെ കാലത്തിൽ, ആമേൻ, 900 ആദാമിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടിയ ആയുഷ്കാലം ഇരുന്നത് മെതുശലേമിൻ്റെ ആയുഷ്കാലം 969 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ ആയുസ് കൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. 900 മെതുശലേഹിൻ്റെ ആയുഷ്കാലം 969. അതേപോലെ മറ്റൊരു ആയുഷ്കാലം യായീരിൻ്റെ ആയുഷ്കാലം 962 വയസ്സ് വരെ ജീവിച്ചിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ ആദാമിൻ്റെ ആയുഷ്കാലം 930 അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ 880, 850, 890 അങ്ങനെയൊക്കെ ഒത്തിരി കാലഘട്ടമൊക്കെ മനുഷ്യർ ലോകത്തിൽ വസിപ്പാനിടയെ തീർന്നു. എന്നാൽ നോഹയുടെ കാലത്തെത്തിയപ്പോൾ ആയുസ് കുറയുവാനിടയെ തീർന്നു. അങ്ങനെയുള്ള ആയുസ് കുറഞ്ഞിട്ട് നോഹ 600 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ്. നോഹ 600 വയസ്സ്. ഹല്ലേലൂയ. അതാകുന്നു നോഹയുടെ കാലഘട്ടത്തിൽ. നോഹയുടെ പുത്രന്മാരായ കാലഘട്ടം എത്തിയപ്പോൾ 550, 500 ഇങ്ങനെ കുറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ പാപത്തിൻ്റെ വർധനവ് നിമിത്തം, പിന്നെയും മനുഷ്യരുടെ ഇടയിലുള്ള പാപത്തിൻ്റെ വർധനവ് നിമിത്തം, മനുഷ്യരുടെ ഇടയിലുള്ള പാപനിമിത്തം പിന്നെയും മനുഷ്യൻ്റെ ആയുസ് കുറയുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ, നോഹയുടെ പുത്രന്മാരുടെ കാലഘട്ടം അവരുടെ വയസ്സെന്ന് പറയുന്നത് 580, 480, 400 അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ അബ്രഹാമിൻ്റെ കാലം വന്നപ്പോൾ, അബ്രഹാമിൻ്റെ ആയുഷ്കാലം എത്രയായിരുന്നു? നിങ്ങൾ ഗ്രഹിക്കണം, നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. അബ്രഹാമിൻ്റെ ആയുസ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, 120 വർഷമായിരുന്നു. 120 വർഷം വരെ അബ്രഹാം ജീവിച്ചിരുന്നു. അബ്രഹാം ആരായിരുന്നു? വിശ്വാസികളുടെ പിതാവാകുന്നു, ദൈവത്തോടുകൂടെ നടന്ന ഒരു മനുഷ്യനാകുന്നു അബ്രഹാമിൻ്റെ ആയുഷ്കാലം 120 ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആമേൻ. പിന്നെ അതിൻ്റെ ഇങ്ങോട്ടുള്ള വചനം എന്ന് പറയുന്നത്, ദൈവവചനം പിന്നെ പറയുന്നു, ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതിൻ്റെ പര്യവസാനം കഷ്ടവും സങ്കടവും എന്നൊക്കെ പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ ആയുഷ്കാലമാകുന്നു വയലിലെ പുല്ലുപോലെ, വയലിലെ പൂ പോലെ, കാറ്റടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. ഹല്ലേലൂയ. ആ വചനം വായിച്ചാലും 15-ന്റെ 16 വചനങ്ങൾ വായിച്ചാലും, സങ്കീർത്തനം 103-ന്റെ പ്രൈസലോ, അല്ലെങ്കിൽ വേണ്ട സങ്കീർത്തന പുസ്തകം 90-ന്റെ 10 വായിച്ചാലും അവിടെ മോശ പറയുന്ന കാര്യം ഇപ്രകാരമാവുന്ന: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം. മോശ സമ്മതിക്കുകയാണ്. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുൻപേ. ആമേൻ. അതിന്റെ 90-ന്റെ 10 പറഞ്ഞത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അവിടെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. മോശ പറയുകയാണ്, ഇസ്രായേൽ മക്കളെ വഴിനടത്തിയവനാകുന്നു മോശ, ഇസ്രായേൽ മക്കളുടെ തലവൻ. മോശയ്ക്ക് മുകളിലൊരു തലവനുണ്ട്, നമ്മുടെ ദൈവം ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുവാൻ മോശ തിരഞ്ഞെടുപ്പാനിടയായിരുന്നു. മോശ ഇസ്രായേൽ മക്കളെ വഴി നടത്തി. മോശ പറയുകയാണ്, ഞങ്ങളുടെ
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞങ്ങളുടെ ആമേൻ മോശ പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80, അതിൻ്റെ അവസാനം കഷ്ടവും സങ്കടവും ഒക്കെയാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ആമേൻ 50 വയസ്സ് 60 വയസ്സ് ഒക്കെ കഴിഞ്ഞവരുടെ കാര്യങ്ങൾ നമുക്കറിയാം. 70 വയസ്സ് 80 വയസ്സ് കഴിഞ്ഞവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. 85 90 വയസ്സൊക്കെ കഴിഞ്ഞവരുടെ കാലം നമുക്കറിയാം. കാര്യങ്ങൾ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി ക്ഷീണം, ഭാരം, കഷ്ടം, ഞെരുക്കം, ശോചനീയ അവസ്ഥ, ഒന്നും നടക്കാൻ കഴിയത്തില്ല. ആമേൻ. ക്ഷീണിച്ചു പോകുന്ന അനുഭവം, ഒന്നും സംസാരിക്കുവാൻ കഴിയത്തില്ല. നടക്കോ ആമേൻ അല്ലെങ്കിൽ ഓടിച്ചാടിയൊന്നും ചെയ്യാൻ സാധില്ല. ശരിക്കൊന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാൻ കഴിയത്തില്ല. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ആമേൻ ഈ കാലഘട്ടം നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലാണ്. എങ്ങനെയൊക്കെ ആയിരുന്നാലും ആമേൻ ദൈവത്തോടുകൂടെ ആമേൻ ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവിടെ ഭക്തൻ പറയുന്നത് ആമേൻ ഇപ്രകാരമാണെങ്കിലും ദൈവമുള്ളവരുടെ ജീവിതം അങ്ങ് വർദ്ധിച്ചു വരുവാനിടയെ തീരും. ദൈവമുള്ളവരുടെ ജീവിതത്തിൽ 70 80 90 100 120 അങ്ങനെ അങ്ങ് വർദ്ധിക്കും. നമ്മൾ ജഡം കൊണ്ട് ചിന്തിക്കരുത്, ആത്മാവ് കൊണ്ട് ചിന്തിക്കണം. നമ്മൾ ആത്മീക മനുഷ്യന് മാത്രമേ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. ജഡീക മനുഷ്യൻ ചിലപ്പോൾ കേവലം ചുരുങ്ങിയ കാലം കൊണ്ട് മാഞ്ഞു പോകും. ആമേൻ. ഇവിടെ ഭക്തന്മാരുടെ നാളുകൾ നമ്മൾ വായിക്കുന്നില്ലേ? ഭക്തൻ പറയാണ് ആമേൻ എത്ര ആമേൻ യോഹന്നാൻ സ്നാപകൻ എത്ര ദിവസം ജീവിച്ചു, എത്ര കാലം ജീവിച്ചു? ആമേൻ. തൻ്റെ ആയുസ്സില് ആമേൻ അത് വായിക്കണ്ട. ആമേൻ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ചില ദൗത്യങ്ങൾ കഴിഞ്ഞ് വേഗത്തിൽ അങ്ങ് യോഹന്നാൻ സ്നാപകന്റെ യേശു ഈ ലോകപ്രകാരം എത്ര നാള് ഈ ലോകത്തില് 31 വയസ്സല്ലേ? അങ്ങനെ ഈ കാലങ്ങളിലാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. എങ്കിലും നമ്മുടെ ആയുസ്സിന് കർത്താവ് കുറവൊന്നും വരുത്തിയിട്ടില്ല. കർത്താവിലുള്ള മനുഷ്യർ മരിക്കത്തില്ല, ജീവിക്കും. അവർ വിടുവിക്കപ്പെടും, അവൻ ഉയർച്ച പ്രാപിക്കും, നന്മ പ്രാപിക്കും. കർത്താവിലുള്ള മക്കൾക്ക് ഒരു നാളിലും മരണമില്ലെന്നുള്ളതാകുന്നു. അവർ എന്നും എന്നേക്കും ദൈവത്തോടുകൂടെ വസിക്കും എന്നുള്ളതാകുന്നു. അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വീണ്ടെടുപ്പും ഒക്കെ ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം ഹല്ലേലൂയ ആമേൻ 3-ാം അധ്യായം എടുത്താലും ദിവസമായി ആമേൻ ഹല്ലേലൂയ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എല്ലാറ്റിനും ഒരു സമയം. ആമേൻ. ഭൂതലത്തിൽ പാർക്കുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ സമയം അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. നമുക്കൊക്കെ അന്നത്തെ മനുഷ്യൻ ഇന്നും ജീവിക്കുമായിരുന്നു. നമ്മൾ ജനിച്ച് ഇന്ന് ഈ കാലത്തിലാണ് നമ്മൾ 50 60 ഒക്കെ വയസ്സുള്ളവരാണ്, അല്ലെങ്കിൽ അതിന് താഴോട്ടൊക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മളും ജനിച്ച് അങ്ങ് ശാശ്വതമായി അങ്ങ് ജീവിക്കുമായിരുന്നു. അങ്ങനെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് ദൈവഹിതവും ദൈവ പദ്ധതിയും. മരണമില്ല, ഈ ഭൂമിയിൽ മരണമില്ലായിരുന്നു. എന്നാൽ ലോകത്തിൽ പാപനിമിത്തം മരണം ലോകത്തിലേക്ക് വന്നു. ലോകത്തിൽ മരണം വന്നത് നിമിത്തം ആമേൻ നഷ്ടം വന്നത് നിമിത്തം, ഛേദം വന്നത് നിമിത്തം, ഹല്ലേലൂയ ക്ഷണികത ആമേൻ അല്പം വന്നത് നിമിത്തമാകുന്നു. ഹല്ലേലൂയ 2 വശങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഇവിടെ. സഭാപ്രസംഗി പറഞ്ഞു എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഒരു സമയം, പിന്നെ വേറൊരു സമയം വരും. എല്ലാറ്റിനും പാപികളായി തീർന്ന മനുഷ്യരും ആമേൻ അതിനോടനുബന്ധിച്ചുള്ള ജീവജാലങ്ങളും ഈ വസിക്കുന്ന ലോകത്തിൽ എല്ലാറ്റിനും ഒരു സമയം. ആമേൻ. നമ്മൾക്ക് നമ്മൾ ബാല്യക്കാരായിരിക്കുവാൻ ഒരു സമയം, യൗവനക്കാരായിരിക്കുവാൻ ഒരു സമയം, മധ്യസ്ഥ വയസ്കൻ ചെല്ലുവാൻ ഒരു സമയം, വാർദ്ധക്യം ചെല്ലുവാൻ ഒരു സമയം, ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാൻ ഒരു സമയം. എന്നാൽ ദൈവത്താൽ ആദ്യം ദൈവ പദ്ധതിയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. ജനിച്ചാൽ അവർ വളർന്നെന്നുകൊണ്ടും എന്നും യുഗായുഗമായി അങ്ങ് വളർന്നങ്ങനെ നിൽക്കും, എന്നും ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിവിടെ പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ എന്ന് പറയാണ്.
ഹല്ലേലൂയ. ആമേൻ. അവിടെ വചനം വായിച്ചാലും സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ആമേൻ. ആകാശത്തിന് കീഴുള്ള സകലത്തിനും ഒരു കാലമുണ്ട്. എല്ലാറ്റിനും ഒരു കാലം. എല്ലാ കാലത്തിലൂടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരു കാലം, രണ്ട് കാലമുണ്ട്. രാത്രിയും പകലും പോലെ, ഇരുളും വെളിച്ചവും പോലെ, സത്യവും അസത്യവും പോലെ, നന്മയും തിന്മയും പോലെ. ആമേൻ, ആമേൻ. എല്ലാറ്റിനും രണ്ട് വശം. ആമേൻ. ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ നമ്മുടെ മുഖച്ചായയ്ക്ക് രണ്ട് വശവും. മുഖച്ചായയ്ക്ക് മുഖത്തിൻ്റെ മുൻവശമുണ്ട്, പുറകുവശവുമുണ്ട്. എല്ലാറ്റിനും രണ്ട് വശം. ആമേൻ. രണ്ട് വശമുണ്ട്. വായിച്ചാലും ജനിപ്പാൻ ഒരു കാലം, ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊയ്യുവാൻ ഒരു കാലം, സൗഖ്യമാകുവാൻ ഒരു കാലം, ഇടിച്ചു കളയാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം. എന്താ? കല്ല് പെറുക്കി കളയുവാൻ. നമ്മുടെ ജീവിതത്തില് ആമേൻ, നമ്മുടെ ജീവിതത്തിൽ വീണ് കിടക്കുന്ന പാപ സ്വഭാവമാകുന്ന കല്ല് പെറുക്കി കളയുവാനും ഒരു കാലമുണ്ട്. ആ കാലത്തിൽ കല്ല് പെറുക്കി കളയണം. ആമേൻ. കല്ല് പറക്കിയില്ലെങ്കിൽ അവിടെ മുള്ളും പറക്കാരെയും പൊടിക്കും. ആമേൻ. നമ്മൾ കല്ല് പറക്കേണ്ട കാലത്തിൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് കല്ല് പറക്കി കളഞ്ഞിട്ട് നല്ല നിലമാക്കി നമ്മുടെ വയലിന് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ നല്ല ഫലം അവിടെ നിന്ന് പുറപ്പെട്ട് വരത്തില്ല. മുള്ളും പറക്കാരെയൊക്കെ പൊടി. മറ്റത് കല്ലും പറക്കൊക്കെ മാറ്റി നല്ല നിലമാക്കി ഇടുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളിൽ നല്ല ഫലം വിതച്ച് നല്ലത് തന്നെ നമ്മൾ കൊയ്യുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ദീർഘമായി വസിപ്പാനിടയതും. ആമേൻ. കല്ല് പറക്കി കളയുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാകാൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്പ്പാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തിന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. അങ്ങനെ ഒത്തിരി കാലങ്ങളെ കൊണ്ട് ഒരു കാലം. എല്ലാറ്റിനും ഒരു കാലം. എന്നാൽ ഈ കാലത്തിനും അപ്പുറത്ത് വേറൊരു കാലമുണ്ട്. ദൈവമക്കൾക്ക് ആമേൻ മറ്റൊരു കാലവുമുണ്ട്. നമ്മള് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ കാലം കഴിഞ്ഞാൽ മറ്റൊരു കാലമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മള് ദൈവവചനം എന്താ പറയുന്നത്? ഉറുമ്പിനെ നോക്കി നിങ്ങൾ ബുദ്ധി പഠിപ്പേ. ഉറുമ്പിനെ നോക്കി നിങ്ങൾ ബുദ്ധി പഠിപ്പേ. ഉറുമ്പ് ആമേൻ വേനൽക്കാലത്തിൽ അത് അധ്വാനിക്കുന്നുണ്ട്. അതിൻ്റെ മുൻപിൽ ഉറുമ്പിനറിയാം, ഉറുമ്പ് ചെറിയൊരു പ്രാണിയാണ്. അതിൻ്റെ മുമ്പിൽ ആമേൻ പിന്നെ വേറൊരു കാലം വരുമെന്ന് അതിനറിവുള്ളത് കൊണ്ട് ആമേൻ പിന്നെ ഒരു കാലം, മഴക്കാലം പിന്നെ വരും. അതുകൊണ്ട് ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിപ്പേ. രണ്ട് കാലമുണ്ട്. ആമേൻ. ഉറുമ്പ് തുറന്ന് വായിച്ചാലും ബുദ്ധി പഠിപ്പീൻ. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. വേനൽക്കാലത്ത് അത് ആഹാരം സൂക്ഷിക്കുന്നു. മതി. ആഹാരം സൂക്ഷിക്കുക. എന്തിനെന്ന് ചോദിച്ചാൽ മറ്റൊരു കാലം വരും. തങ്ങൾക്ക് പ്രവർത്തിച്ചു കൊടുവാൻ കഴിയാത്ത മഴക്കാലത്തിൽ ഉറുമ്പിനൊന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ആമേൻ, ആമേൻ. ഉറുമ്പ് ചെറിയ ജീവിയാണ്. അത് മഴക്കാലത്ത് ആഹാരം ശേഖരിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങി പോയാൽ മഴവെള്ളം വന്ന് അതിനെ ഒലിപ്പിച്ചു കൊണ്ടുപോകും. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്ന് അതിനെ ഒഴുക്കിക്കൊണ്ടുപോകും.
പോകും, പിന്നെ അതിൻ്റെ സ്ഥാനം അത് അറിയുകയില്ല. ആയതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ജീവിയാകുന്ന ഉറുമ്പ് ബുദ്ധിയോടുകൂടി താങ്കളായിരിക്കുന്ന കാലത്തിൽ, വേനൽക്കാലത്തിൽ അത് ആഹാരം ശേഖരിച്ചു വച്ച് മണ്ണിൻ്റെ അടിയിൽ സുരക്ഷിതമായിരിക്കും. ആമേൻ. മണ്ണിൻ്റെ അടിയിൽ അതിന് സംരക്ഷണ കവചം ഒരുക്കി അത് സുരക്ഷിതമായിരിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ, നമ്മളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒരു കാലമേ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ആമേൻ. നന്മ ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചിരിപ്പാൻ ഒരു കാലം. ഈ കാലഘട്ടത്തിന് പല പല കാലങ്ങളെക്കുറിച്ച് ദൈവാസി വായിച്ചു കേട്ടുവല്ലോ. ഈ കാലത്തിലൊക്കെയും നമ്മൾ ആമേൻ ദൈവത്തോടുകൂടെ ചേർന്ന് ആമേൻ ആമേൻ നമ്മൾ നമ്മുടെ ഫലം കായ്ച്ചിട്ട് ഓരോ സ്റ്റേജിലും യൗവനക്കാരൻ ഫലം കായ്ക്കണം, ബാല്യക്കാരൻ ഫലം കായ്ക്കണം, മധ്യവയസ്കൻ ഫലം കായ്ക്കണം, വിദ്യാർത്ഥികൾ ഫലം കായ്ക്കണം. അപ്പോൾ ഫലം കായ്ക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വേറൊരു കാലത്തിലേക്ക് മാറ്റി വയ്ക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ നല്ല ഫലമുള്ളവരായി. ആമേൻ. നമ്മൾ നമ്മുടെ ഈ കാലം കഴിഞ്ഞാലും യൗവനക്കാലം കഴിഞ്ഞിട്ട് ആമേൻ പിന്നെ നമുക്കൊരു ആ യൗവനകാലം ലഭിക്കത്തില്ല. യൗവനകാലത്തിൽ നമ്മൾ സ്വരൂപിക്കുന്നത് പിന്നെ നമുക്ക് കഴിയത്തില്ല. പിന്നെ ഒരു കാലത്തിൽ നമുക്ക് ഉപകാരപ്രദമായി തീരും. ആയതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആമേൻ നമ്മൾ നിത്യതയ്ക്കായിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മൾ നിത്യതയിലേക്ക് കടന്നു പോകുവാനിടയിൽ തീരും. ഈ കാലം നമുക്ക് ആമേൻ നമ്മൾ സ്വരൂപിക്കുന്നതാണ്. നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കയറിപ്പോകുന്നതെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാലം, ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഒത്തിരി സ്റ്റേജുകൾ കടന്നാണ്, ഒത്തിരി തലങ്ങൾ കടന്നാണ് മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ആ കാലങ്ങളൊക്കെയും നമ്മുടെ മുൻപിൽ ക്ഷണികമാണ്. ആമേൻ ആമേൻ. ബാല്യത്തിലെ ആമേൻ ആ ബാല്യം പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. കൗമാരം പിന്നെ നമുക്ക് കിട്ടത്തില്ല, അത് ക്ഷണികമാണ്, മാറിപ്പോവുകയാണ്. യൗവനം നമുക്ക് പിന്നെ കിട്ടത്തില്ല, അത് അപ്പോഴും മാത്രമുള്ളതാണ്. ആമേൻ. മധ്യസ്ഥം അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വാർദ്ധക്യം, പിന്നെ നമ്മളിങ്ങനെ അങ്ങനെ കടന്നങ്ങനെ പോവുകയാണ്. ആമേൻ. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ദൈവത്താൽ എത്ര പേരുണ്ട്, ദൈവത്താൽ എത്ര പേരുണ്ട് അവരുടെ ജീവിതത്തിൽ നഷ്ടമില്ല, നഷ്ടമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ ശാശ്വതമായി വസിക്കും എന്നുള്ളതാകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്നാൽ മനുഷ്യൻ, ലോകപ്രകാരമുള്ള മനുഷ്യൻ ആമേൻ ആമേൻ ഹല്ലേലൂയ ക്ഷണികമായിരിക്കുമ്പോൾ, മായയായിരിക്കുമ്പോൾ, ഭൂതലത്തിൽ നിലനിൽക്കാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നിലനിൽക്കുന്നവരെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്താൽ കർത്താവിനെ അനുഗമിക്കുന്നവർ എല്ലാം നിലനിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആയതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ അനുഗമിച്ച്, നിലനിൽക്കുന്നതിനെ, എന്തൊക്കെ നിലനിൽക്കുന്നു? ദൈവം നിലനിൽക്കുന്നു, ദൈവവചനം നിലനിൽക്കുന്നു, ആമേൻ, ദൈവസ്നേഹം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ ഉള്ളതൊക്കെ നിലനിൽക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സൂര്യൻ നിലനിൽക്കുമോ? ചന്ദ്രൻ നിലനിൽക്കുമോ? നക്ഷത്രം നിലനിൽക്കുമോ? ഭൂമി നിലനിൽക്കുമോ? ഇതെല്ലാം തീക്കായിട്ട് വച്ചിരിക്കുന്നു എന്നാകുന്നു, നിലനിൽക്കത്തില്ല. ഒരു ടൈമിൽ ഒരു വശം, ആമേൻ, സൂര്യന് ഒരു വശമുണ്ട്, ചന്ദ്രന് ഒരു വശമുണ്ട്, ഭൂമിക്കൊരു വശമുണ്ട്, ഭൂസീമവാസികൾക്കൊരു വശമുണ്ട്. ഒരു കാലമുണ്ട്. ഈ കാലം കഴിയുമ്പോൾ ആമേൻ സൂര്യനെ നിയമിച്ചിരിക്കുന്ന കാലം കഴിയുമ്പോൾ അത് അണഞ്ഞു പോകും. സൂര്യനെ കർത്താവ് തിരിച്ചു വിളിക്കും, ചന്ദ്രനെ നക്ഷത്രം തിരിച്ചു വിളിക്കും, ഭൂമിയെ തിരിച്ചു വിളിക്കും, മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കും. ദൈവജനം എന്താ പറയുന്നത്? മനുഷ്യപുത്രന്മാരെ നിങ്ങൾ മടങ്ങി വരുവീൻ, സൃഷ്ടാവ് എങ്കിലേക്ക് മടങ്ങി വരുവീൻ, എങ്കിലേക്ക് മടങ്ങി വരുവീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. എന്നാൽ നമ്മുടെ ദൈവാന കർത്താവ് ശാശ്വതമായ ദൈവത്തെങ്കിലേക്ക് നമുക്ക് കയറി ചെല്ലാം. ഹല്ലേലൂയ. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നതൊക്കെയും, ആമേൻ, അവിടെ പറയുന്നത് നമ്മുടെ ശാശ്വത ദൈവമാകുന്ന സൈന്യങ്ങളുടെ യഹോവ അവന്റെ പുത്രനും ചെയ്യുന്നതൊക്കെയും ശാശ്വതമെന്ന് പറയുന്നു. നമ്മൾ എത്ര പേര് ശാശ്വതമായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങളെ?
എത്ര പേര് ശാശ്വതമായി നമ്മൾ നിലനിൽക്കണമെന്ന്? ഹല്ലേലൂയ. ശാശ്വതമായി. ആമേൻ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ കർത്താവിൽ അനുഗമിക്കുകയാണെങ്കിൽ നമ്മൾ ശാശ്വതമായി വസിക്കും. ആമേൻ. നമ്മൾ ശാശ്വതമായി നമ്മൾ ജീവിക്കുമെന്ന് നമ്മൾ വിശ്വാസത്താൽ നമുക്ക് എത്ര പേർക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയും? പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ ശാശ്വതമായി ജീവിക്കും. ഞങ്ങളുടെ ദൈവത്തോടു കൂടെ സിട്ടാവാകുന്ന ആദ്യനും അന്ത്യനുമാകുന്ന ശാശ്വത ദൈവമാകുന്നവോ അവനോട് കൂടെ ഞങ്ങൾ വസിക്കും. ഈ ലോകത്തില് ആമേൻ, നമ്മുടെ ജീവിതത്തില് ക്ഷണികമാകുന്ന ഈ ലോകത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. എത്ര പേർ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. അവിടെ പറയപ്പെടുന്ന വായിച്ച വചനം ഒന്നുകൂടി വായിച്ചാലും, ദൈവത്തിന്റെ പ്രവൃത്തി ശാശ്വതമെന്ന്. ശാശ്വതം. മനുഷ്യൻ ചെയ്തതൊന്നും ശാശ്വതമല്ല, ഭൂതലത്തിൽ കാണുന്നതൊന്നും ശാശ്വതമല്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ശാശ്വതം. ദൈവത്താൽ ഉള്ളതൊക്കെ ശാശ്വതം. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിച്ച് കാത്തിരിക്കുമ്പോൾ അത് ശാശ്വതമായി തീരും. ആമേൻ. എത്രയുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ദൈവമക്കളെ. നമ്മൾ കേവലം ആമേൻ മായിയായി പോകേണ്ടവരല്ല, മാഞ്ഞു പോകേണ്ടവരല്ല, നിഴലായി പോകേണ്ടവരല്ല, പൂ പോലെ കൊഴിഞ്ഞു പോകേണ്ടവരല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ടവരല്ല. നമ്മൾ ജയം പ്രാപിക്കേണ്ടവരാണ്. നമ്മൾ ഉയർച്ച പ്രാപിക്കേണ്ടവർ. നമ്മൾ വിടുതലുകൾ പ്രാപിച്ച്, അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആമേൻ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ മരണമോ നഷ്ടമോ ആമേൻ ഏതൊക്കെ ക്ഷീണിത അവസ്ഥകളും നമ്മളെ പിടിച്ചു കുരുക്കുവാൻ അതിന് കഴിയത്തില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. ഹല്ലേലൂയ. നമ്മുടെ ക്ഷണീകത മാറിപ്പോകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ഷണത്തിൽ നഷ്ടപ്പെട്ടു പോകുക. ദൈവത്താലുള്ള മനുഷ്യര്, ദൈവത്താലുള്ള മക്കൾ ക്ഷണീകന്മാരല്ല, ശാശ്വതന്മാരാണ്. ശാശ്വതമായുള്ള ദൈവത്തോടു കൂടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം എങ്ങനെയാണ്? യേശുവിൻ്റെ നാമം ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകം 3:14 ഒന്നുകൂടി വായിച്ചാൽ ദൈവാസി. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ കൂട്ടുവാനും അതിൽ നിന്നും ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. അല്ല, മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടെന്ന് ദൈവം അത് ചെയ്തിരിക്കുന്നു. മതി. സ്തോത്രം. ഇവിടെ ആദിയിലെ ദൈവം, ശാശ്വതവാസിയാകുന്ന ദൈവം. ആമേൻ. ഇപ്പൊ നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് ശാശ്വതമാണ്. ആമേൻ. ആമേൻ. ഇതിനയച്ചോട്ടെ. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തിൻ്റെ പാപത്തെ ചുമപ്പാൻ. ആമേൻ. ലോകത്തിൽ പാപിയായിരിക്കുന്ന മാനവരാശിയെ വീണ്ടും തിരഞ്ഞു രക്ഷിപ്പാൻ, അവരെ ശുദ്ധീകരിച്ച് പിന്നെയും ദൈവത്തോട് നിരപ്പിച്ച്, ദൈവത്തോട് അടുപ്പിച്ച് നിത്യവാസിയാക്കി തീർക്കുവാൻ, ശാശ്വത ദൈവത്തോടു കൂടെ ചേർക്കുവാൻ വേണ്ടിയാകുന്നു യേശു ലോകത്തിൽ വന്നത്. അങ്ങനെ ആമേൻ യേശു ലോകത്തിൽ വന്നു. ആമേൻ. കർത്താവ് പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. തന്നിൽ വിശ്വസിക്കുന്നവൻ. പിതാവ് തൻ്റെ പുത്രനെ ലോകത്ത് അയച്ചു. ആമേൻ. പുത്രൻ്റെ നാമത്തിൽ ആമേൻ പുത്രനിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കയില്ല, മരണം കാണുകയില്ല. ഹല്ലേലൂയ. അവർ നിത്യമായി വസിപ്പാനിടയായി തീരും. ആയതിനാകുന്നു ആമേൻ പിന്നെയും ആമേൻ യേശുവിലുള്ളവർക്ക് മരണമില്ല. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലത്തിലെ ആമേൻ ആമേൻ നമ്മളൊക്കെ ഓരോരുത്തരും ആമേൻ നിത്യമായി ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഏതെങ്കിലും തലങ്ങളിൽ നമ്മൾ ക്ഷീണിച്ചു പോയാൽ, നമ്മൾ കർത്താവിനോട് പറയാൻ തയ്യാറാകുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ വശം മാറി പുതിയൊരു വശം നമുക്ക് നൽകുവാനിടയിൽ തീരും. ഹല്ലേലൂയ.
ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് നമ്മെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽക്കാലത്തിൽ കൊണ്ടുവരുവാനിടയായി തീർന്നു. ആമേൻ. ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ലോകം കൊണ്ട് നമ്മൾ അസ്തമിക്കത്തില്ല, അവസാനിക്കത്തില്ല. ദൈവമക്കൾക്ക് പിന്നെയും ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. പിന്നെയും ദൈവമാണ് കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എല്ലാ നിലയിലും ആമേൻ ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ പിന്നെയും അവൻ നമ്മെ ഉയർത്തി മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഈ ആമേൻ ദൈവമാണ് കർത്താവ്. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ക്ഷണികമായ മനുഷ്യൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിലതൊക്കെ കർത്താവ് നമ്മോട് സംസാരിക്കാനിടയായി തീർന്നു. ഈ വചനങ്ങളുടെ നടുവിൽ അവൻ ദൈവസഭയെ അങ്ങയുടെ സന്നിധി തരികയാണപ്പാ. നിന്റെ മക്കളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ക്ഷണികമാകുന്ന ലോകത്തിൽ, മായയായ ലോകത്തിൽ, ഒഴിഞ്ഞു പോകുന്ന ലോകത്തിൽ, മാറിപ്പോകുന്ന നിഴൽ പോലിരിക്കുന്ന ലോകത്തിൽ കർത്താവേ നിന്റെ മക്കളെ ശാശ്വതമായി നടത്തണമേ അപ്പാ. ശാശ്വതമായി അങ്ങ് ശാശ്വത പാറ, അങ്ങ് ശാശ്വത പർവ്വതം. ആമേൻ ആമേൻ. എന്നാൽ ഈ ലോകപ്രകാരമുള്ളതോ ക്ഷണികമത്രേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും നമുക്ക് അവൻ വിരാമത്തിലേക്ക് കടക്കുകയാണ്. തൻ്റെ മക്കളെ പിന്നെയും ആമേൻ രക്ഷിച്ചനുഗ്രഹിച്ചാലോ അപ്പാ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങ് നിത്യദൈവം. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഭക്തൻ എന്താ പറയുന്നത്? ആമേൻ ഞാൻ അധികാലത്ത് ഉണരും. ഭക്തൻ പറയുന്നു ഞാൻ അധികാലത്ത് ഉണരും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി കാംക്ഷിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ഈ ലോകപ്രകാരം വാടിപ്പോകുന്നതിനല്ല, വാടിപ്പോയതിനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചെടുത്തുകൊണ്ട് നിത്യമായി നമുക്ക് വസിപ്പാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതേ അപ്പാ, ഈ ലോകത്തിലെ മൺമയമായി ജീവിക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ അങ്ങയുടെ ആത്മാവിനെ കർത്താവ് പകർന്ന് പിന്നെയും ഐസോടെ ആരോഗ്യത്തോടെ നിൽക്കുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. യേശുവിൻ്റെ കരത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മാനവമഹത്വവും പൂഴ്ചയെ അങ്ങ് ദൈവം തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ തന്നെ പാടാൻ ആമേൻ. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നിന്നത്തിൽ എന്നുള്ള പാട്ടിൻ്റെ വരികൾ പാടിയാലും കുഞ്ഞാട്ടിൻ്റെ മെറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, ഈ ക്ഷണത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ ഫറവോനു ഞാൻ അടിമയല്ല, ഫറവോനു ഞാൻ അടിമയല്ല, പരമസിയോനിൽ ഞാൻ എന്നല്ല, പരമസിയോനിൽ ഞാൻ എന്നല്ല. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാരുവിലൻ ദൈവമെനിക്കധിപതിയെ, മാരുവിലൻ ദൈവമെനിക്കധിപതിയെ, തരുമവൻ ബോധുമന്നാതു മതിയേ, തരുമവൻ ബോധുമന്നാതു മതിയേ. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ. എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ. എൻ
സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ സങ്കടങ്ങൾ ആമേൻ രക്ഷിക്കപ്പെട്ട ഈ ക്ഷണത്തിൽ, ഈ നിമിഷത്തിൽ എന്നെ സംഹാരദൂതൻ കടന്നുപോയി. ഈ ക്ഷണം, ഈ നിമിഷം, ഇന്ന് മധുരമാക്കി ഹല്ലേലൂയ. ഓ മധുരമാക്കി തീർക്കുമാവേ, പിളർന്നു ദാഹം പോക്കുമാവൻ, പിളർന്നു ദാഹം. ഹല്ലേലൂയ. ഈ നിമിഷം ഓ ഹല്ലേലൂയ തീർന്നു പോയി. സംഹാരദൂതൻ ഹല്ലേലൂയ. ഈ നിമിഷം ഓ ഹല്ലേലൂയ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ ഹല്ലേലൂയ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഹല്ലേലൂയ. എത്ര പേർ പറയുവാൻ കഴിയും സംഹാരദൂതൻ നമ്മെ കടന്നുപോയെന്ന്? ആമേൻ. ആയുസ്സിനെ കുറപ്പിക്കുന്ന, ആരോഗ്യത്തെ കുറയ്ക്കുന്ന, നന്മകളെ കുറപ്പിക്കുന്ന സംഹാരദൂതൻ ഈ ക്ഷണത്തിൽ, ഈ ക്ഷണത്തിൽ, ഇപ്പോൾ ആമേൻ ആയുസ്സിനെ കുറപ്പിക്കുന്നവൻ, ആരോഗ്യത്തെ കുറയ്ക്കുന്നവൻ, ആമേൻ അവൻ നമ്മെ വിട്ട് കടന്നുപോയെന്ന് ആമേൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആരോഗ്യത്തെ ശത്രു കുറയ്ക്കത്തില്ല, സംഹാരകൻ കുറയ്ക്കത്തില്ല. ദൈവത്തിന്റെ പൈതൽ, ഞങ്ങൾ ദൈവത്തിന്റെ പൈതങ്ങളാണെന്ന് ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ശത്രുവാകുന്നവൻ ആമേൻ വ്യതകൾ കൊണ്ടിട്ട്, രോഗങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കുവാൻ ശത്രുവിന് കഴിയത്തില്ലെന്ന് എത്ര പേർ പകൽക്കാലത്തിൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സംഹാരകൻ കടന്നു പോകുന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന പകൽക്കാലമാണ്. ആമേൻ. വിടുതലുകൾ, ആമേൻ, ആമേൻ. വിടുതൽ ആഗ്രഹിക്കുന്ന വിടുതലുകൾ ലഭിക്കുന്ന ഒരു പകൽക്കാലമാണ്. കുറയത്തില്ല, ആയുസ് കുറയത്തില്ല, ആരോഗ്യം കുറയത്തില്ല, നന്മകൾ കുറയത്തില്ല. ഓ ഹല്ലേലൂയ. ഈ ക്ഷണത്തിൽ, ഈ ക്ഷണത്തിൽ, ഈ നിമിഷത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവേ അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. പിതാവേ അങ്ങേക്ക് മഹത്വം, മഹത്വം. യേശുവേ അങ്ങേക്ക് മഹത്വം. ദൈവകരത്തിൽ ഏൽപ്പിച്ചു തരികയാണപ്പാ. എല്ലാവരെയും ഏൽപ്പിച്ചു തരികയാണ്. യേശുവിൻ്റെ കരങ്ങളിൽ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരുന്നപ്പാ. ഇന്ന് പകൽക്കാലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ, ആമേൻ, ഒരുമിച്ച് കടന്നു വരുവാൻ ഒരു കൂടാരം